അല്ല, ഞാൻ ഇത് സംബന്ധിച്ച് കൃത്യമായി നിലപാട് വ്യക്തമാക്കിയതാണല്ലോ. ഞാൻ അന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവർക്കും ബോധ്യമായിട്ടുള്ള കാര്യമാണ്. അതായത് ഇതിൻ്റെ മുകളിൽ ഇപ്പോൾ നിയമസഭയിൽ ഗവൺമെൻറ് എടുത്ത നിലപാടെന്താണ്? നിയമസഭയിൽ ഗവൺമെൻറ് എടുത്ത നിലപാട് ഇത് വഖഫ് ഭൂമിയാണ്. അത് അവർ ഒന്നുകൂടി കടന്നിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അത് തിരിച്ചു പിടിക്കും എന്നാണ് അബ്ദുറഹ്മാൻ മിനിസ്റ്റർ നിയമസഭയ്ക്കകത്ത് പറഞ്ഞിട്ടുള്ളത്. കോടതിയിൽ നിൽക്കുന്നതും ഇത് വഖഫ് ഭൂമിയാണ്, അത് രജിസ്റ്റർ ചെയ്യാത്തതിൻ്റെ പേരിൽ കോടതി അലക്ഷ്യം വരെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ഭാഗത്ത് അത് കൃത്യമായി വഖഫ് ഭൂമിയാണ് എന്നുള്ള നിലപാടാണുള്ളത്. ഇപ്പുറത്ത് സംഭവിച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ, ഈ ഭൂമി വിൽപ്പന ചെയ്തിട്ട് അവിടെയുള്ള ജനങ്ങൾ, താമസിക്കുന്ന ആളുകൾ പിന്നെ അവർ വാങ്ങിയിരിക്കുകയാണ് എന്നുള്ളതാണ് രേഖാമൂലം അവർക്ക് മുന്നോട്ട് വെക്കാനുള്ള കാര്യം. അപ്പോൾ ഇതിൽ പാവപ്പെട്ട കുറേ ജനങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. മത്സ്യ തൊഴിലാളികളും അതുപോലെ തന്നെ ആ തീരദേശ മേഖലയിലുള്ള കുറേ ആളുകൾ നിരപരാധികളാണ്. ഇതൊന്നും അറിയില്ല. അപ്പോൾ അവരെ പെട്ടെന്ന് കുടിയൊഴിപ്പിക്കുക എന്ന് പറയുന്നതും അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ എവിടെയാണ് പിഴവ് സംഭവിച്ചിട്ടുള്ളത് എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നുള്ളതാണ് അന്നത്തെ കോർഡിനേഷൻ കമ്മിറ്റി എടുത്ത നിലപാട്. അതുകൊണ്ടാണ് സർക്കാരിനോട് ഇതിൽ എത്രയും പെട്ടെന്ന് ഇടപെട്ട് ഇത് അവർക്ക് കൊടുക്കണമെങ്കിൽ തന്നെ ഇതിനൊരു ലീഗാലിറ്റി ഉണ്ടാവണമല്ലോ. കാലാകാലം അവരിങ്ങനെ ഒരു സങ്കീർണമായ സാഹചര്യത്തിൽ അവിടെ ജീവിച്ചു പോകാൻ അവർക്ക് സാധിക്കില്ലല്ലോ. അപ്പം അവർക്ക് അവിടെ തുടർന്ന് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണമെങ്കിലും ഇതിലൊരു ലീഗാലിറ്റി ഉണ്ടാവണം. അപ്പോൾ അത് വഖഫ് ഭൂമിയാണ് എന്ന് സർക്കാർ തന്നെ പറഞ്ഞ സാഹചര്യത്തിൽ ഇത് അവർക്ക് തുടർന്ന് അവരെ കുടിയൊഴിപ്പിക്കാതെ താമസിച്ചു പോകണമെങ്കിലുള്ള ഒരു ലീഗാലിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ചുമതലയാണ്. അതിനു വേണ്ടിയിട്ടാണ് അവരിപ്പോൾ പറഞ്ഞത് ഞങ്ങളൊരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു റിപ്പോർട്ട് വരട്ടെ എന്നുള്ളതാണ് മുസ്ലിം ലീഗ് എടുത്തിട്ടുള്ളൊരു നിലപാട്. അല്ലാതെ ഞങ്ങളല്ലല്ലോ ഇതിൻ്റെ ആശയക്കുഴപ്പത്തിലേക്ക് വരണമെങ്കിൽ ഞങ്ങളല്ലല്ലോ ഈ കാര്യത്തിൻ്റെ മുകളിൽ ഒരു തീരുമാനം എടുക്കേണ്ടത്. ഇല്ല, യു ഡി എഫിൻ്റെ അകത്തും ആശയക്കുഴപ്പങ്ങളൊന്നുമില്ല. അല്ല, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ആ പ്രദേശത്തുള്ള ഒരാളായതുകൊണ്ട് അദ്ദേഹം ആ പ്രദേശത്തുള്ള ജനങ്ങളോടൊപ്പം നിൽക്കാന്നുള്ള രീതിയിൽ പറഞ്ഞതായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ വഖഫ് ഭൂമി അല്ല എന്ന് ഈ ഘട്ടത്തിൽ, വഖഫ് ഭൂമിയാണോ അല്ലേ എന്നുള്ളത് ഈ ഘട്ടത്തിൽ ഒരു വ്യക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കാനുള്ള സമയം ആയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇതൊരു ഭാഗത്ത് കൃത്യമായ വഖഫാണ് എന്ന് പറയുന്ന രീതിയിൽ ഗവൺമെൻറ് നിലപാടെടുത്തിട്ടുണ്ട്. ഗവൺമെൻറ് ഒരു കമ്മീഷനെ വെച്ചു. ആ സമയത്ത് നിസാർ കമ്മിറ്റി എന്ന് പറയുന്നൊരു കമ്മിറ്റി വെച്ചു. കമ്മിറ്റിയും അത് വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് കോടതിയെ സമീപിച്ചു. കോടതിയിലും അത് വഖഫ് ഭൂമിയാണ്, അതുകൊണ്ട് എന്താണ് രജിസ്ട്രേഷൻ നടത്താത്തത് എന്ന് പറഞ്ഞ് കോടതി അലക്ഷ്യം വരെ വന്നു. അതൊരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ അവിടെ ഇവർ പണം കൊടുത്ത് സ്ഥലമെടുത്തു എന്ന് പിന്നെ ഉള്ളത് ഒരു വസ്തുതയാണല്ലോ. അങ്ങനെ വരുന്ന സമയത്ത് എങ്ങനെയാണ് ഒരിക്കലും അവരവിടെ നിന്ന് പെട്ടെന്ന് കുടിയൊഴിപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ വലിയൊരു ലീഗാലിറ്റി ഇഷ്യൂ അതിനകത്തുണ്ട്. പക്ഷേ ഏത് ലീഗൽ ഇഷ്യൂവും സമവായത്തിലൂടെ പരിഹരിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. കാരണം ലീഗലി നമുക്കതിനെ ഡിഫൈൻ ചെയ്യുമ്പം കൃത്യമായി ആ ഡെഫിനിഷനിലെ ഉള്ളിലേക്ക് അതിനെ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ പിന്നെയും കാലാകാലം അവിടെ നിൽക്കുന്ന ആളുകൾക്ക് എത്രയോ കാലത്തിന് ശേഷം, ചിലപ്പോൾ ഇവരായിരിക്കില്ല, കുറേ പതിറ്റാണ്ടുകൾ കഴിഞ്ഞാൽ വേറെ ആർക്കെങ്കിലും പിന്നീടും ഈ ഇഷ്യൂ റേസ് ചെയ്ത് കൊണ്ടുവന്ന്
അവിടെയുള്ള ആളുകളുടെ ഒരു ജീവിത സ്വസ്ഥത നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. ഇതിൽ സങ്കീർണമായ മറ്റൊരു പ്രശ്നമുണ്ടത്. ഇതിപ്പോൾ വഖഫ് ഭൂമിയാണ് എന്ന് മുസ്ലിം ലീഗ് തന്നെ പറയുന്ന ഒരു ഘട്ടത്തിൽ, അതായത് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു നിലപാട് ആ വഖഫ് ഭൂമിയാണ് എന്ന് അല്ല, ഞങ്ങളുടെ നിലപാടല്ലല്ലോ. അല്ല, എന്ത് തന്നെയാണെങ്കിലും ആ രീതിയിലേക്ക് ഞങ്ങളുടെ നിലപാടല്ലല്ലോ അത്. ഇത് മുസ്ലിം ലീഗിന്റെ ഒരു നിലപാടാണെന്ന് പറയണ്ട. ഞാൻ പറയുന്നത് ഇത് ഗവൺമെന്റ് നിയമസഭയിൽ പറഞ്ഞിട്ടുള്ളൊരു നിലപാടും ഗവൺമെൻറ് VS അച്യുതാനന്ദ കാലഘട്ടത്തിൽ അവർ കമ്മീഷനെ വെച്ച് അവർ കോടതിയിലടക്കം പറഞ്ഞിട്ടുള്ളൊരു നിലപാടുമാണ്. ആ നിലപാട് ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത് ഇത് പിന്നെ അതേപോലെ അതേസമയം ഈ വഖഫ് ഭൂമി ക്രയവിക്രയം ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ ക്രയവിക്രയം നടന്നിട്ടുണ്ട്. അപ്പം ക്രയവിക്രയം നടന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ പിന്നിൽ സംഭവിച്ചിട്ടുള്ളത്? അപ്പം വഖഫ് ഭൂമി അല്ല എന്നുള്ള നിലപാടാണോ ഇത് വഖഫ് ചെയ്ത് കിട്ടിയിട്ടുള്ള ഫറൂഖ് കോളേജ് എടുത്തിട്ടുള്ളത് എന്നുള്ളത് വേറൊരു നിലപാടാണല്ലോ. അപ്പം ഞാൻ പറയുന്നത് അങ്ങനെ 2-3 പ്രശ്നങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ട് നമ്മൾ എടുക്കേണ്ട ഒരു നിലപാട് എന്ന് പറയുന്നത് അവിടെയുള്ള ജനങ്ങളെ അവിടെ നിന്നും ആട്ടി ഓടിക്കാതെ അവർക്ക് അവിടെ തന്നെ താമസിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ലീഗാലിറ്റി അതിലുണ്ടാകണം എന്ന് മാത്രമാണ് നമ്മൾ പറയുന്നത്. ആ ലീഗാലിറ്റി എന്ന് പറയുന്നത് സത്യത്തിൽ അവിടെ താമസിക്കുന്നവർക്ക് വേണ്ടി കൂടിയുള്ള ഒരു നിലപാടാണ് നമ്മൾ പറയുന്നത്. കാരണം അവിടെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവിടെ ചെന്നല്ലോ. അവിടെ ചെന്ന് അവിടുത്തെ ബിഷപ്പുമാരുമായി സംസാരിച്ച് ഒരു നല്ല അന്തരീക്ഷം അവിടെ നിൽക്കുകയാണ്. ആ അന്തരീക്ഷത്തെ തകർക്കുന്ന യാതൊന്നിലേക്കും കടക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. മാത്രമല്ല ആ അന്തരീക്ഷത്തിന് ഭംഗം വരുത്താത്ത രീതിയിൽ നല്ല രീതിയിൽ ഇത് സമവായത്തിൽ പരിഹരിച്ചെടുക്കണം എന്നുള്ളതാണ് മുസ്ലിം ലീഗിൻ്റെ നിലപാട്. അത് പരിഹരിച്ചെടുക്കുമ്പം അവിടെയുള്ളവർക്ക് അതിൻ്റെ ലീഗലായിട്ടുള്ള എല്ലാ എൻടൈറ്റിൽമെൻറ്റും കിട്ടണമെങ്കിൽ ഇതിൻ്റെ ലീഗൽ ഇഷ്യൂസ് തീരണം. വഖഫ് ഭൂമിയാണ് എന്നുള്ള നിലക്ക് അവരവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ അവരതേസമയം പിന്നെ പണം കൊടുത്തത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ എവിടെയാണ് ഇഷ്യൂ എന്ന് പരിശോധിച്ച് ആ പരിശോധനയിലൂടെ ശാശ്വതമായ പരിഹാരത്തോടുകൂടെ അവിടെയുള്ള ആളുകൾക്ക് പിന്നീട് ഒരു അല്ലലും അലട്ടലും ഇല്ലാതെ താമസിക്കാൻ പറ്റണം. അതിന് ലീഗലായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും അന്തിമമായ പരിഹാരം ഉണ്ടാകും. അത് സർക്കാർ ആണ് അതിന് മുൻകൈ എടുക്കേണ്ടത് എന്ന നിലപാടിൽ നിന്നും ഞങ്ങൾ ഇപ്പോഴും പിന്നോട്ട് പോകുന്നില്ല. സർക്കാരാണ് ഇപ്പം സർക്കാർ എടുത്തിട്ടുണ്ടല്ലൊരു നിലപാട്. ഇപ്പം സാദിഖ് അലി ശിഹാബ് തങ്ങളും പറഞ്ഞത് അവരുടെ ജുഡീഷ്യറി കമ്മീഷൻ്റെ റിപ്പോർട്ട് വരട്ടെ, വന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഈ പറഞ്ഞ ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി മുസ്ലിം ലീഗും മറ്റുള്ള എല്ലാ സംഘടനകളെയും ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിഹാരം നമ്മൾ കാണും. അതുകൊണ്ട് വെണ്ടക്ക അക്ഷരത്തിൽ നിങ്ങൾ പിന്നെ മുസ്ലിം ലീഗ് ഇതിൻ്റെ മുകളിൽ വേറൊരു നിലപാടിലേക്ക് പോയി എന്ന് പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ തുടക്കം മുതലേ അന്ന് ഞാൻ ചോദിക്കട്ടെ, അന്ന് പിന്നെ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി കൂടിയ യോഗത്തിൽ നിങ്ങൾ ചോദിച്ചപ്പം അത് വഖഫ് ഭൂമി അല്ല എന്ന് കോർഡിനേഷൻ കമ്മിറ്റി പറഞ്ഞോ? പറഞ്ഞിട്ടില്ലല്ലോ. അതേസമയം ആ പ്രശ്നത്തിന് രമ്യമായ പരിഹാരമുണ്ടാക്കി അവിടെ നിന്നുമുള്ള ആളുകളെ കുടിയൊഴിപ്പിക്കാതെ നോക്കേണ്ട ബാധ്യത ഉണ്ട് എന്നുള്ളതും അന്നത്തെ കോർഡിനേഷൻ കമ്മിറ്റി പറഞ്ഞോ? ആ സ്റ്റാൻഡിൽ തന്നെയാണ് ഞാനുള്ളത്. അന്നത്തെ അതിൽ നിന്ന് യാതൊരു മാറ്റവും ഇല്ല. നിലപാടുകളോടോ അതോ KM ഷാജിയുടെ നിലപാടുകളോ ഇപ്പോൾ യോജിക്കുന്നില്ല, അങ്ങനെയാണോ? അങ്ങനെയൊന്നും ഞാൻ ആരുടെയും നിലപാടിനെ കുറിച്ചല്ലല്ലോ പറഞ്ഞിട്ടുള്ളത്. മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയിൽ ഞാനും ഉണ്ടായിരുന്നു. അല്ല, അന്നത്തെ മീറ്റിങ്ങിൽ ഞാനുണ്ടായിരുന്നു, ഓർമ്മയില്ലേ? ആ കമ്മിറ്റിയിൽ ഒരു തീരുമാനം എടുക്കുമ്പം ആ കമ്മിറ്റിയുടെ തീരുമാനത്തിൻ്റെ ഭാഗമാണ് ഞാൻ. അപ്പോൾ ആ കമ്മിറ്റി മുന്നോട്ട് വെച്ചിട്ടുള്ള ആ വിഷയത്തിൽ നിന്നും ഞങ്ങൾക്ക് പിന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് അത് ലാസ്റ്റ് അവിടെ വെച്ചുകൊണ്ട് ജനങ്ങളോട് സംസാരിച്ചത്. അതിന് ശേഷം അദ്ദേഹം അവിടെ പോയി അത് കണ്ടു, സ്ഥലം കണ്ടു. മാത്രമല്ല പിന്നെ അവിടുത്തെ പിന്നെ ബിഷപ്പുമാരെ കണ്ടു, അവരുമായി സംസാരിച്ചു. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നിന്നും നമുക്കിപ്പം അന്ന് നമ്മളെടുത്തൊരു നിലപാടും സർക്കാർ അതിൽ മുൻകൈ എടുക്കണം എന്നാണ്.
സർക്കാർ മുൻകൈ എടുത്തിട്ട് ഇപ്പോൾ ഒരു സത്യത്തിൽ അവർ പിന്നീട് പിന്നെ ഒരു അവർക്ക് തന്നെ രണ്ട് വിഭാഗത്തെയും വിളിച്ച് തീർക്കുന്നതിന് പകരം ആയിക്കോട്ടെ, അവരിപ്പോൾ എന്താ ഒരു ജുഡീഷ്യറി കമ്മീഷനെ വെച്ചിരിക്കുന്നു, ഞങ്ങൾ അതിനെ എതിർക്കുന്നില്ല. ആ ജുഡീഷ്യറി കമ്മീഷൻ റിപ്പോർട്ട് വരട്ടെ, വന്ന ശേഷം ബാക്കി നമുക്ക് സംസാരിക്കാം. അതുകൊണ്ട് ഇത് വഖഫ് ഭൂമിയല്ല എന്നൊരിക്കലും നമ്മൾ പറഞ്ഞിട്ടുമില്ല. അതേസമയം അവിടെയുള്ള ആളുകളെ കുടിയൊഴിപ്പിച്ച് അവിടെ അത് പിടിച്ചെടുക്കണം എന്ന നിലപാടും നമ്മൾ സ്വീകരിച്ചിട്ടില്ല. അല്ല, ഞാൻ പറയുന്നത് വഖഫ് ഭൂമിയാന്ന് പറഞ്ഞത് ഷാജി പറഞ്ഞ നിലപാടല്ലല്ലോ. വഖഫ് ഭൂമിയാണ് എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള നിലപാടാണ്. അതാണ് ഇപ്പം നിൽക്കുന്ന നിലപാട്. മനസ്സിലായില്ലേ? ഇപ്പം സമൂഹത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന ലീഗലായിട്ടുള്ള നിലപാട് എന്ന് പറയുന്നത് വഖഫ് ഭൂമിയാണ് എന്നുള്ളതാണ്. അതാരാണ്? നിയമസഭയിൽ വഖഫ് മന്ത്രി പറഞ്ഞിട്ടുള്ള മറുപടിയാണ്. അപ്പോൾ ഷാജി ആയിട്ടല്ലല്ലോ അത് പറയുന്നത്, അത് ഗവൺമെൻറ് എടുത്തൊരു നിലപാടാണ്. അതിനുശേഷം അതിനു മുമ്പ് VS അച്യുതാനന്ദൻ ഉള്ളപ്പോൾ VS അച്യുതാനന്ദൻ നിസാർ കമ്മീഷൻ റിപ്പോർട്ട് വാങ്ങി അത് കോടതിയിൽ കൊടുത്തിട്ടുള്ള അഫിഡവിറ്റ് ഈ നിസാർ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അഫിഡവിറ്റാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയും വഖഫ് ബോർഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അത് ഞാൻ പറയുന്നത് സ്റ്റാറ്റസ് കോ എന്ന് പറയുന്ന ഒരു നിലപാട് എന്ന് പറയുന്നത് ഇപ്പോൾ ഗവൺമെന്റിന്റെ ഔദ്യോഗികമായ നിലപാട് സത്യത്തിൽ അത് വഖഫ് ഭൂമിയാണ് എന്നുള്ളതാണ്. അതിനപ്പുറം എന്നാൽ അതേസമയം വഖഫ് ഭൂമികൾ ക്രയവിക്രയം ചെയ്യാൻ പാടില്ല എന്നുള്ളതാണല്ലോ. പക്ഷെ ഇവിടെ ഒരു ക്രയവിക്രയം നടന്നിരിക്കുന്നു. അപ്പോൾ അവിടെയുള്ള ആളുകൾ നിരപരാധികളാണ്. അതാണ് എനിക്ക് അടിവരായിട്ട് പറയാനുള്ളത്. അവിടെയുള്ള പാവപ്പെട്ട ജനങ്ങൾ നിരപരാധികളാണ്. അവരിതൊന്നും അറിയില്ല. അവരോട് ഒരു ദിവസം നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം എന്ന് പറയുന്നത് ശരിക്കും മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു നിലപാടാണ് എന്നുള്ളതാണ് മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ നിലപാട്. അപ്പോൾ അവരെ നമുക്ക് സംരക്ഷിച്ച് നിർത്തുകയും വേണം. പക്ഷെ ആ സംരക്ഷിച്ച് നിർത്തുമ്പോൾ വഖഫ് ഭൂമിയാണ് എന്ന് പറയുന്നൊരു നിലപാട് ഔദ്യോഗികമായി നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിനെ ലീഗാലിറ്റി കൊടുത്തുകൊണ്ട് മാത്രം അവർക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വരും കാലത്ത് ഏതെങ്കിലും ഒരു തലമുറ വീണ്ടും ആ കാലഘട്ടത്തിലെ തലമുറയോട് നിങ്ങൾ ഇവിടെ നിന്ന് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ പ്രശ്നം ഇതുപോലെ നിലനിൽക്കും. അപ്പോൾ ശാശ്വതമായി പ്രശ്നം പരിഹരിച്ച് അവർക്ക് സന്തോഷമായി അവിടെ കഴിയാൻ പറ്റണം. അതേസമയം അപ്പുറത്ത് എവിടെയെങ്കിലും മറ്റ് കയ്യേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാനും ഇതൊരു സാഹചര്യം സൃഷ്ടിക്കും.